Hello കൂട്ടുകാരെ, PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. Determine the AP whose third term is 16 and seventh term exceeds the fifth term by 12. ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളൊരു AP ഡിറ്റർമിൻ ചെയ്യണം. തേർഡ് ടേം 16 ആൻഡ് സെവൻത് ടേം എക്സീഡ്സ് ദ ഫിഫ്ത്ത് ടേം ബൈ 12. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ തേർഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? A3 ഈക്വൽസ് ടു A പ്ലസ് 2D ഈക്വൽസ് ടു 16 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ A പ്ലസ് 2D ഈക്വൽസ് ടു 16 ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. അടുത്തതായിട്ട് സെവൻത് ടേം എക്സീഡ്സ് ദ ഫിഫ്ത്ത് ടേം ബൈ 12. അപ്പോൾ സെവൻത്ത് ടേം എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേമിനേക്കാൾ 12 കൂടുതലായിരിക്കും. അപ്പോൾ A7 ഈക്വൽസ് ടു A5 പ്ലസ് 12. A7 എന്ന് പറഞ്ഞാൽ A പ്ലസ് 6D ഈക്വൽസ് ടു A പ്ലസ് 4D പ്ലസ് 12. A7 എന്ന് വെച്ചാൽ A പ്ലസ് 6D ആണല്ലോ. A5 A പ്ലസ് 4D, അതിനോട് 12 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെവൻത്ത് ടേം കിട്ടും. ഇപ്പം നമുക്ക് ഈ എയും ക്യാൻസൽ ചെയ്യാം. 6D മൈനസ് 4D ഈക്വൽസ് ടു 12. 6D മൈനസ് 4D ഈസ് 2D ഈക്വൽസ് ടു 12. D ഈക്വൽസ് ടു 12 ബൈ 2 ഈക്വൽസ് ടു 6. ഇപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് D കിട്ടിയിട്ടുണ്ട്. D ഈക്വൽസ് ടു 6 എന്നത് ഇക്വേഷൻ 1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A പ്ലസ് 2D ഈക്വൽസ് ടു 16. A പ്ലസ് 2 ഇൻറ്റു 6 ഈക്വൽസ് ടു 16. A പ്ലസ് 12 ഈക്വൽസ് ടു 16. A ഈക്വൽസ് ടു 16 മൈനസ് 12 ഈക്വൽസ് ടു 4. ഇപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ AP എന്ന് പറയുന്നത് എന്താണ്? A പ്ലസ് D, A പ്ലസ് 2D, A പ്ലസ് 3D അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ AP A4 ആണ്. കോമൺ ഡിഫറൻസ് 6 ആണ്. 4 പ്ലസ് 6 ഈസ് 10. 10 പ്ലസ് 6 ഈസ് 16. 16 പ്ലസ് 6 ഈസ് 22. അങ്ങനെ പോകും അല്ലേ? ഹെൻസ് റിക്വേർഡ് AP ഈസ് 4, 10, 16, 22 ആൻഡ് സോ ഓൺ. മനസ്സിലായല്ലോ? PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നാളെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.